ഒന്നാമത്തെ കാര്യം കെ സുധാകരനെ പോലെ ഒരാളെ ഇപ്പം മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ഇത്രയും കാലം കോൺഗ്രസ് എന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ ഉള്ളുകളിലും അറിയാം എന്നുള്ളൊരു സ്ഥിതിക്ക് ഞാൻ പറയണം, ഈ ഒരു അവസാന സമയത്ത് കൊണ്ട് സുധാകരനെ മാറ്റിയത് കോൺഗ്രസ്സിന് ഭയങ്കര ക്ഷീണം ചെയ്യും. കാരണം അദ്ദേഹം നല്ല തലയെടുപ്പുള്ള ഒരു നേതാവാണ്. പിന്നെ കേട്ട പേരുകളെല്ലാം കെ മുരളീധരനെ പോലെയുള്ളവരുടെ പേര് കേട്ടു. അദ്ദേഹം നല്ല ശക്തനായിട്ടുള്ള KPC പ്രസിഡൻ്റാണ് ആയിരുന്നെങ്കിൽ. കാരണം അദ്ദേഹം വരണമെന്ന് കേട്ടപ്പോൾ പഴയ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോഴും എന്നോട് സംസാരിക്കാറും ഇതൊക്കെ ഉണ്ട്. അവരൊരിക്കലും എന്നെ ഒരു ദേഷ്യത്തിൽ, അവർക്കറിയാം ഞാൻ അത്രയും സങ്കടപ്പെട്ടും കഷ്ടപ്പെട്ടാണ് ഇതെന്ന് പോയത്, എന്നെ അവമാനിച്ച് അയച്ചതെന്നറിയാം. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു കെ മുരളീധരൻ വരും എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ ഇപ്പം എന്താ പറയുക, വളരെ ഡൗണായി. ചിലവർ പറയണത് ഇനി ഞങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിക്കണില്ല. കെ മുരളീധരനെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ളതാണോ? അദ്ദേഹം ഇപ്പോൾ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അത് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ സമ്മതിക്കില്ല, കാരണം അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പെരുമാറുന്ന രീതി, കെ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് ഇപ്പോൾ കേൾക്കാനില്ല. പണ്ട് എപ്പോഴും TV-യിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അപ്പം എനിക്ക് തോന്നുന്ന ആൾക്കും മനസ്സുകൊണ്ടൊരു മടുപ്പുണ്ടോ എന്നെനിക്കറിയില്ല, ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ സഹോദരൻ്റെ ശരീരഭാഷ കാണുമ്പോൾ അറിയാലോ എന്താണെന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനെ ആക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിനൊരു ഉണർവുണ്ടാവുമായിരുന്നു. അതും ഈ ഒരു ഇലക്ഷനൊക്കെ നടക്കുന്ന അവസാന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര കൺഫ്യൂഷനാക്കിയവർ. അത് ഈ അടി മുഴുവൻ കാണുന്നത് TV-യിലല്ലേ, ജനങ്ങൾ കാണുകയല്ലേ. ഈ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള KPCC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഈ സണ്ണി ജോസഫിൻ്റെ തിരഞ്ഞെടുപ്പിനെ ആ നിലയിൽ തന്നെ കാണേണ്ടതുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അവർ ക്രിസ്ത്യൻ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തത്. എന്നിട്ട് മതേതരത്വം എന്ന് പറയുകയും ചെയ്യും. ഞങ്ങൾ ഏത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ലെങ്കിൽ കഴിവ് നോക്കി കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏത് ജാതി മതമായാലും കഴിവുള്ളവരാണ് ഈ സ്ഥാനത്ത് വരേണ്ടത്. അല്ലാണ്ട് ഒരു ജാതി കൊണ്ട് മാത്രം വരാൻ പറ്റും. പക്ഷെ സണ്ണി ജോസഫിനെ പറ്റിയിട്ട് എനിക്ക് അഭിപ്രായമില്ല, എതിരഭിപ്രായമില്ല. കാരണം അദ്ദേഹം ഒരു എന്താ പറയേണ്ട ഒരു സോഫ്റ്റ് നേച്ചറായിട്ടുള്ള ഒരാളാണ്. പിന്നെ പലർക്കും അദ്ദേഹത്തെ അറിയില്ല. മലബാർ ഭാഗത്തൊക്കെ അറിയാമെന്നല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ പറ്റി അറിയില്ല. ഈ KPCC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ അവഗണിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം മുൻപ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നമുക്കറിയാം MP ആയി വിജയിച്ചിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തോട് തൃശ്ശൂർ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു. അവിടെ അദ്ദേഹം തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തോട് പാർട്ടി സ്വീകരിക്കുന്നൊരു നയം, അത് ഏത് നിലയിലാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അവർ ഒരുക്കിയ ചതിയിൽ മുരളിടം പോയി വീണു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നു, ചോദിച്ചു നോക്കും, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും തൃശ്ശൂർക്ക് വരരുത്, ഇവിടെ ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആരൊക്കെയാന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുത്തു, ആരൊക്കെയാണ്. അപ്പം എൻ്റെ അടുത്തില്ല, ഞാനൊരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞ ആൾ പിന്നെ നേതൃത്വം അവിടുന്ന് നിർബന്ധിച്ചു എന്നൊക്കെയാണ്. അപ്പം നേതൃത്വത്തിന് മുരളിയേട്ടനെ ഒഴിവാക്കണം, ഇതൊക്കെ ഉണ്ടാവുന്ന നേതൃത്വത്തിന് അറിയായിരുന്നു. ഞാൻ ഇത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു അമ്മയുടെ അനിയത്തിൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയും മാറാൻ സമയമുണ്ട്, ഇല്ലെങ്കിൽ മൂന്നാമത് പൂട്ടാ എന്ന് പറഞ്ഞു. എനിക്കറിയാം എന്താ അവർ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു എല്ലാം ഇറങ്ങിപ്പോയി. പക്ഷെ ഇറങ്ങിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നുണ്ട് എവിടേക്കോ ഇട്ടത്, പിന്നെ മാറാൻ നിവൃത്തിയില്ല. അപ്പം മുരളിയേട്ടനെ ഒതുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൃശ്ശൂർ കൊണ്ട് നിർത്തിയത്. അതിൽ അദ്ദേഹം വീണുപോയി. ഞാൻ മത്സരിക്കുന്നില്ല അറിഞ്ഞ് മാറി നിന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ വടകരയിൽ നിന്നാൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഷാഫിയുടെ മാതിരി അത്ര ഇത് കിട്ടിയില്ലെങ്കിലും നല്ല വോട്ടിനെ അദ്ദേഹം ജയിച്ചു പോയേനെ.